The joint probability mass function of two random variables x and y is given by p of xy k into x plus 4y x equal to 1 2 3 y equal to 1 2 0 otherwise. Where k is a constant, find the value of k, find the marginal distribution of x and y. Are x and y independent? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എന്തായാലും ചോദിക്കുന്നതാണ്. നമുക്ക് കാണേണ്ടത് ആദ്യം കെ കാണണം. അപ്പോൾ പി ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് വരാം കേട്ടോ. അതെല്ലാ പ്രോബിലിറ്റിയും കൂടെ ആഡ് ചെയ്താൽ 1 വരും. അപ്പോൾ നമ്മൾ ഈ എല്ലാ പ്രോബിലിറ്റി ഇങ്ങനെ ടേബിൾ വരച്ചിട്ട് എഴുതാം. എക്സ് എന്ന് പറഞ്ഞാൽ 1 2 3, വൈ എന്ന് വെച്ചാൽ 1 2 ഉള്ളൂ ഇവിടെ. അങ്ങനെയല്ലേ തന്നിട്ടുള്ളത്, എക്സ് 1 2 3 വൈ 1 2. അപ്പോൾ എല്ലാ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? പി ഓഫ് 1 1, പി ഓഫ് 1 2, പി ഓഫ് 1 3. അതങ്ങനെ എഴുതി ആഡ് ചെയ്യണതിന് വരെ നമ്മളിങ്ങനെ കൊടുക്കാം. പി ഓഫ് 1 1, 1 എക്സിൻ്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 1. അപ്പോൾ 1 + 4 × 1 എന്ന് പറഞ്ഞാൽ 5k അല്ലേ? 1 + 4 എന്ന് വെച്ചാൽ 5 അല്ലേ? 5k. അതേപോലെ തന്നെ 1 2, 1 + 4 × 2 8, 8 + 1 9k. അടുത്തത് പ്രോബിലിറ്റി ഓഫ് 2 1, 2 + 4 × 1 6, 6k. Probability of 2 2, 2 + 4 × 2 8, 10k. അടുത്തത് പ്രോബിലിറ്റി ഓഫ് 3 1, 3 + 4 × 1, y 1 അല്ലേ? 7k. അടുത്തത് പി ഓഫ് 3 2, ഇതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 11k. എല്ലാ പ്രോബിലിറ്റിയും കൂടെ ആഡ് ചെയ്താൽ 1 കിട്ടും. എല്ലാം കൂടെ ആഡ് ചെയ്യുക, 48k വരും. 48k = 1, k = 1/48. ഇനി ആ 1/kക്ക് 1/48 കൊടുത്തിട്ട് ഇതിവിടെ എഴുതാം. ഇനി ഇവിടെ ഒരു മീൻ ഓഫ് എക്സ് ആൻഡ് വൈ അല്ലെങ്കിൽ ഓക്കെ ഫൈൻഡ് ദ മാർജിനൽ ഡിസ്ട്രിബ്യൂഷനും കാണാനുണ്ട്, മീൻ ഓഫ് എക്സ് ആൻഡ് വൈ ഉണ്ട്, അത് ഒരുമിച്ച് കാണണം കേട്ടോ. അപ്പോൾ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോട്ട് ചെയ്യണത് വൈയുടെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് വൈ ഓഫ് വൈയും എക്സിൻ്റെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എഫ് എക്സ് ഓഫ് എക്സ് ആണ്. അതായത് എക്സ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് വൈ ചേഞ്ച് ചെയ്യുക. അപ്പോൾ എഫ് എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് 1 1, എഫ് ഓഫ് 1 2. അപ്പോൾ ഇതിങ്ങനെ നേരെ ആഡ് ചെയ്താൽ മതി. ഇത് എഫ് എക്സ് ഓഫ് 1 കിട്ടും. എക്സിൻ്റെ ഓരോ വാല്യൂവിൻ്റെ നേരെയാണ് കേട്ടോ എഫ് എക്സ് ഓഫ് 1 കിട്ടുക. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് എക്സ് ഓഫ് 2, ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് എക്സ് ഓഫ് 3 ഇത് കിട്ടും. ഇത് നമ്മൾ ശരിയാണെന്ന് നോക്കാൻ, ഇത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 വരണം. ഇതെല്ലാം ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 1 വന്നാൽ ഇവിടെ ചെയ്തിരിക്കുന്നത് ശരിയായിരിക്കും. ഇനി മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഈ വൈയുടെ വാല്യൂവിൻ്റെ നേരെ വൈ കോൺസ്റ്റൻ്റ് ആയിരിക്കും, 1 ആയിരിക്കും. എക്സ് ഇങ്ങനെ 1 2 3 മാറി വരും. അപ്പോൾ എഫ് എക്സ് ഓഫ് വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പ്രോബിലിറ്റി ഓഫ് 1 1 അല്ല സോറി 1 1, പ്രോബിലിറ്റി ഓഫ് 2 1, പ്രോബിലിറ്റി ഓഫ് 3 1. 1 വൈ കോൺസ്റ്റൻ്റ് ആയിരിക്കും, എക്സ് മാറി വരും. ആഡ് ചെയ്യുമ്പോൾ 3/8, ഇവിടെ 5/8 വരും. ഇത് ആഡ് ചെയ്താലും ഇവിടെ 1 ആയിരിക്കും കേട്ടോ വരിക. ഇതാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇത് എക്സിന് നേരെ ഉള്ളതാണ് എക്സ്, ഇവിടെ വൈയുടെ വാല്യൂവിൻ്റെ നേരെ ഉള്ളതാണ് വൈ. ഇതിപ്പം അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി എഴുതിയാൽ നിങ്ങൾ അതെല്ലാം മാറ്റി എഴുതണം. ഇനി മീൻ കാണാനായിട്ട് ഈ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എഴുതുക, എക്സിൻ്റെ വാല്യൂ എഴുതുക, അതിൻ്റെ കറസ്പോണ്ടിങ് എഫ് എക്സ് ഓഫ് എക്സ് എഴുതുക. അതായത് ഈ എക്സിൻ്റെ വാല്യൂവും ഇതും എഴുതാം. അതിൻ്റെ സിഗ്മ എഫ് എക്സ് ഓഫ് എക്സ് ആണ് നമ്മുടെ മീൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25/12 വരും. അതായത് 1 × 7/24 + 2 × 1 + 1/3 + 3 × 3/8. ഇനി മീൻ ഓഫ് വൈ എന്ന് വെച്ചാൽ ഈ വൈ ഓഫ് വൈ, സിഗ്മ വൈ എഫ് ഐ ഓഫ് വൈ. അതായത് ഈ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈയും പിന്നെ വൈയുടെ വാല്യൂസും എഴുതുക. അത് നേരെ എക്സ് കിട്ടിയില്ലേ, അതേപോലെ തന്നെ ചെയ്യാം. ഇത് കഴിയുമ്പോൾ ഇത് 1 × 3/8 + 2 × 5/8 ഇത് എഴുതാം കേട്ടോ. ഇനി എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഇതാണ് കേട്ടോ കണ്ടീഷൻ. എഫ് ഓഫ് എക്സ് വൈ = എഫ് എക്സ് ഓഫ് എക്സ് × എഫ് ഐ ഓഫ് വൈ. അതായത് എഫ് ഓഫ് 1 2 എന്ന് പറഞ്ഞാൽ എഫ് എക്സ് ഓഫ് 1 ഈ 1 അല്ലേ, എഫ് ഐ ഓഫ് 2 ഇങ്ങനെയാണ് വരിക. ഇത് ഈക്വൽ ആയാൽ, ഇത് ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാം ചെക്ക് ചെയ്യണം. ഇത് നോട്ട് ഈക്വൽ ടു എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഇൻഡിപെൻഡൻ്റ് എന്ന് വരാം. പക്ഷേ ഇത് ഈക്വൽ ആണെന്ന് കിട്ടുകയാണെങ്കിൽ അടുത്തതും, അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാം ചെയ്ത് നോക്കണം എല്ലാനും അങ്ങനെയാണോ എന്ന്. അതായത്
F(1, 2) അല്ലേ എടുത്തത് ഇവിടെ. F(1, 2) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2 ഇതാണ് 9/48. Fx(1)നും ഇതിനും ഈക്വൽ ആയിരിക്കും. അതായത് ഇതെന്ന് പറയണത് ഇതിൻ്റെ നേരെയുള്ള Fx(1)നും Fi(1)നും ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടണം. അതേപോലെ ഇത് കിട്ടണമെങ്കിൽ ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം? ഇതിൻ്റെ നേരെയുള്ളതും പിന്നെ ഇതിൻ്റെ നേരെയുള്ള ഇത് 5/8 1/3 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 10/48 കിട്ടണം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇത് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഇതൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഓരോ കോളത്തിൻ്റെയും ചെക്ക് ചെയ്യണം. ഇതെന്ന് പറയണത് ഇതേ ഇൻറ്റു അതിന് നേരെയുള്ള കോളം ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടണം. അങ്ങനെ ചെയ്യണം. പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം നോട്ട് ഈക്വൽ ടു വന്നാൽ അവിടെ വെച്ച് നമുക്ക് നിർത്താം. എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിവിടെ നോട്ട് ഈക്വൽ ടു ആണ്. അപ്പോൾ എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം. ഈക്വൽ വന്നാൽ നമ്മൾ അടുത്തതെല്ലാം ചെക്ക് ചെയ്യണം. എല്ലാം ഓക്കെ വന്നാലേ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളണം.